ഓക്കെ ഗൈസ്, അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഇന്നും രാവിലെ നേരത്തെ എണീറ്റില്ല, കിടന്നുറങ്ങി. ഈ പവനായി വൃത്തികെട്ടവൻ എണീക്കാൻ സമ്മതിച്ചില്ല. ഞാൻ ചോദിച്ചു രാവിലെ പവനായിയെ, നമുക്ക് തങ്കബേല് പോണ്ടേ? വേണ്ട, കിടന്നുറങ്ങാം പറഞ്ഞു. ഓക്കെ. പിന്നെ ഒരു കാര്യമുണ്ട്, ഇന്നലെ രാത്രി 4 മണിക്കാണ് കിടന്നത്. ഇറ്റ്സ് ഇമ്പോസിബിൾ, ഇറ്റ്സ് ഇൻക്യൂറബിൾ. അപ്പൊ എന്തായാലും ഇവിടെ സാനിയയിലെ ആൾക്കാരൊക്കെ കുറഞ്ഞിട്ടുണ്ട്. കുളിക്കുന്ന ആളുകളൊക്കെ അതേ വളരെ കുറവാണ്. കാരണം ഇപ്പൊ വർക്കിംഗ് ഡേ ആയല്ലോ, ചൊവ്വാഴ്ചയായി. സൺഡേ ആയിരുന്നു നമ്മളിവിടെ വന്നത്, അന്ന് നല്ല തിരക്കായിരുന്നു. എനിവേ ഇന്നിപ്പോ നമ്മൾ പുറത്തിറങ്ങി. ഇന്ന് നമ്മുടെ ഫ്ലൈറ്റ് ആണ് വുഹാനിലേക്ക്. അപ്പൊ രാവിലെ തന്നെ നോട്ടിഫിക്കേഷൻ വന്നു ഫ്ലൈറ്റ് ലേറ്റ് ആണെന്ന് പറഞ്ഞിട്ട്. പിന്നെ നമുക്ക് ശീലമുള്ളതുകൊണ്ട് കുഴപ്പമില്ല, എന്തായാലും 1 മണിക്കൂർ ലേറ്റ് ഉള്ളൂ. അപ്പൊ അതുവരെ നമുക്ക് റൂമിൽ നിൽക്കാൻ പറ്റില്ല, കാരണം റൂം 12 മണിക്ക് ചെക്ക്ഔട്ട് ചെയ്യണം. ചൈനയിലെ റൂംസ് എല്ലാം 12 to 12 ആണ്. അപ്പം ചെക്ക്ഔട്ട് ചെയ്യണം. എല്ലാ സ്ഥലത്തും ചെയ്യുന്ന പോലെ നമ്മൾ ലഗേജ് എല്ലാം ഇവരുടെ റിസപ്ഷനിൽ കൊണ്ടുവെക്കുക, എന്നിട്ട് തിരിഞ്ഞ് നടക്കാം. അപ്പോൾ കാണുന്ന കാഴ്ചകൾ നമുക്ക് സാനിയാബയുടെ ഭാഗത്ത് 1-2 സ്ഥലങ്ങൾ കാണാനുണ്ട്. അതെന്തായാലും പോണ വഴിക്കെങ്കിലും എയർപോർട്ടിൽ പോകുന്ന വഴിക്കെങ്കിലും കാണണം, കാഴ്ചകൾ കാണാം. എന്ത് ചെയ്യണം എന്നറിയാതിരിക്കുന്ന ഒരവസ്ഥ അല്ലേ? ടേസ്റ്റ് നമ്മളിങ്ങനെ വെറൈറ്റി ഏതെങ്കിലും സ്ഥലം പിടിക്കാന്ന് വെച്ചിട്ടാ. വെറൈറ്റി പിടിച്ചാലും കഴിക്കുന്ന ഒന്ന് തന്നെ ആയിരിക്കും, പക്ഷെ ഏതെങ്കിലും വേറെ നല്ല സ്ഥലം. അവര് അപ്പുറത്ത് വേറൊരു ഷോപ്പിൽ പോയപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പുറത്തുള്ളൊരു ഷോപ്പിൽ കയറിയതാണ്. ഇവിടെ മെനു ഉണ്ട്, ഇതിനകത്ത് ഇങ്ങനെയാണ് മെനു വരുന്നത്. അതിനകത്ത് ചോറും ചിക്കനും കുറച്ച് വെജിറ്റബിൾസ്. ഞാൻ പറഞ്ഞത് ഇതാണ് ചിക്കൻ ഉള്ളത്. ഇതൊക്കെ വേറെ ഇതെന്തോ വേറെ പന്നിയാണെന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനെയാണ് ഇവിടുത്തെ മെനു. അത് ആളുകൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. ഫോറിനേഴ്സ് കുറേ വരുന്നതുകൊണ്ടാണ് അവരിങ്ങനെ മെനു സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് നൂഡിൽസിൻ്റെ സെക്ഷൻ. ഇങ്ങനെ ഡംപ്ലിങ്സ് ആണ്, പക്ഷെ ഇതെല്ലാം ഇവിടെ പോർക്കിൻ്റെ ഉള്ളൂ. ഇവിടുത്തെ ആക്ച്വൽ മെനു വരുന്നത്. ഇവിടെ എന്തുകൊണ്ട് സൈഡ് ഡിഷസ് ആണോ എന്താണെന്നറിയില്ല. ഇവിടുന്നേ പോയിട്ട് പേഷ്യൻസിനെ കാണുന്ന അവസ്ഥ ആലോചിച്ച്. അല്ല, കണ്ടാലേ പറ്റുള്ളൂ. പക്ഷെ ഇവിടുന്ന് നമ്മള് പേഷ്യന്റ് ആവാൻ മതി. മാനസിക നമ്മള് സൈക്കോളജി കൺസൾട്ടേഷൻ എടുക്കേണ്ടി വരും, കൗൺസിലിംഗ്. PTSD ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത ഫുഡ്. ഇതിനകത്ത് കുറച്ച് റൈസും പിന്നെ ബ്ലാക്ക് ക്യൂമിൻ ഉണ്ട്, കുറച്ച് ക്യാരറ്റും വെജീസും, പിന്നെ അതിൻ്റെ കൂടെ ചിക്കനും. ഒരു കറി പോലെ ആക്കിയിട്ടാണ് അത് തന്നിട്ടുള്ളത്. കറിക്ക് ഇനിയിപ്പം മധുരമാണോ എരിവാണോ എന്നുള്ളത് കഴിച്ചു നോക്കാൻ തന്നെ വേണം. ഇവന്മാരെ ഭയങ്കര ചൂടിലാണ് കഴിക്കുക. നമുക്ക് വായിൽ വെക്കാൻ പറ്റാത്ത അത്ര ചൂടിലവർ കഴിക്കുക. ചൂടാണ്. അപ്പം കിട്ടിയ ഉടനെ എടുത്ത് വായിൽ വെച്ച് കഴിഞ്ഞാൽ നാക്ക് കൊള്ളുന്ന കാര്യം ഉറപ്പുള്ളായി. ഇനി ഇവരുടെ റൈസ് ആണെങ്കിൽ ഒരു സ്റ്റിക്കി റൈസ് ആയിരിക്കും. ഇങ്ങനെ അരികൾ തമ്മിൽ ഇങ്ങനെ വേറിട്ട് നിൽക്കില്ല, അങ്ങനെ ഭയങ്കര സ്റ്റിക്കി ആയിട്ടായിരിക്കും. അല്ലാത്തതും കിട്ടും. ഈ ചോഫാനൊക്കെ പറയുമ്പോൾ, ഫ്രൈഡ് റൈസ് ഒക്കെ പറയുമ്പോൾ അങ്ങനെ കിട്ടും. പക്ഷേ ഈ റൈസ് മാത്രമായിട്ട് പറഞ്ഞതിൻ്റെ മുൻകൂടെ കറി, അല്ലെങ്കിൽ റൈസ് വേറെ എന്നിട്ട് കുറച്ച് ചിക്കനും വേറെ വെജിറ്റബിൾസും അങ്ങനത്തെ ഡിഷുകളൊക്കെ ആണെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഭയങ്കര സ്റ്റിക്കി റൈസ് ആയിരിക്കും. ഞാൻ പറഞ്ഞ പോലെ തന്നെ മധുരമാണ്. പെട്ട് ഗൈസ്. രാവിലെ എണീറ്റ് ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ചോറും മധുരമുള്ള ചിക്കൻ കറിയും കഴിച്ച് അങ്ങനെ ഇരിക്കും. നല്ല ബോറായിരിക്കില്ല, അതുപോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ തെണ്ടി തിരിഞ്ഞ് ഇപ്പം ആ പഴയ യാക്കൂബ് കൊണ്ട് പറ്റിക്കാൻ നോക്കിയ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇത് നമ്മുടെ ഈ ആട്ടിന്റെ പ്ലേസ് ആണ്. കണ്ടാ? ഇതന്നെ എന്ത് വൃത്തിക്കാ ചെയ്തേക്കണ നോക്കിയേ. നാട്ടിലെന്തോ പോസൊക്കെ നോക്കുന്നുണ്ട്. അതിരി ഇത് പശു ചാണകിടാൻ നോക്കുന്ന പാവമാണ് മിസ്റ്റർ. റഷ്യക്കാരൊക്കെ പിച്ചക്കാരാന്ന് തോന്നുന്നുണ്ട്. ചൈനക്കാർ തന്നെ ഇപ്പൊ ഇതിലൊക്കെ കയറുള്ളൂ. കാശ് അവരയിലുള്ള.
നമ്മളിവിടെ വന്നപ്പോൾ ഇങ്ങനെ ഇവിടെ നിന്നിട്ട് എന്തോ കാണിക്കുന്നുണ്ട്. അപ്പം നോക്കിയതാ, ഒരു പട്ടം പുറത്താണ്. പട്ട അങ്ങ് ദൂരെയാണ്, കിട്ടുമോന്നറിയത്തില്ല. ആ ഷൗജി ബുഷിൻ കിട്ടി 5X ഇടുമ്പോഴേ കാണുന്നുള്ള. ഇങ്ങനെ മൊബൈലിനകത്ത് കിട്ടൂല എന്നാ പറഞ്ഞത്. എന്ത് വൃത്തിക്കാണ് നോക്കിയാൽ. ഒരു മനുഷ്യന്റെ കുട്ടി ഇല്ലെങ്കിൽ എല്ലാം നല്ല വൃത്തിക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നൈസ്. ഇവിടുന്നേ ഇനിയിപ്പോൾ ഒരു 2 കൊല്ലത്തേക്ക് ഫോട്ടോസ് ഒന്നും ഇനി എടുക്കേണ്ട കാര്യമില്ല. ഇൻസ്റ്റാഗ്രാമിൽ നടക്കാനുള്ള സാധനങ്ങൾ എടുത്തിട്ടുണ്ട് എല്ലാവരും. അതെന്ത് പഴ അത്? ഇതെന്താ അടയ്ക്ക? എന്താ നാട്ടിലേ? ഇതെന്താ? പനവർഗത്തിൽപ്പെട്ട എന്തോ ആണ്. ഇവിടെ ചെറിയ ചെറിയ കുഞ്ഞു യാട്ടുകൾ മുതൽ വലിയ കൂറ്റൻ യാട്ടുകളുണ്ട്. ഇതാണ്ട് ഒരെണ്ണം. പക്ഷെ എനിക്കിഷ്ടപ്പെട്ടത് ഇവിടെ ഒരു ഗ്രേ കളറിലൊരെണ്ണം നിൽപ്പുണ്ട്. യെസ്, അത് കൊള്ളാം, നല്ല സ്റ്റൈലുണ്ട് കാണാൻ. തിരിച്ച് ഈ വണ്ടി കൊണ്ടു കൊടുക്കാനുള്ള സമയമായി. അപ്പം അങ്ങോട്ട് പോവുമായിരുന്നു. അപ്പം ഞാനും പവനായും വഴി തെറ്റി ഏതായാലും കയറി വന്നപ്പം ഒരു ഹൈറ്റുള്ള സ്ഥലത്തേക്ക് എത്തി. അപ്പം ഇത് കണ്ടോ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല വ്യൂ, സിറ്റിയുടെ നല്ല വ്യൂ കിട്ടുന്നൊരു സ്ഥലമാണിത്. അയ്യവാ, തിരിച്ചാങ്കിലെത്തിയിട്ട് വണ്ടി ഉണ്ടോ? മോനെ എവിടെ ഒരു സീനിക് സ്പോട്ടിന്റെ ഒരു ഏരിയ ആണെന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങ് പോളം ശ്രീഹള്ളി. തിരിച്ച് ഒരാൾക്ക് എന്തായാലും കയറ. ഇതൊക്കെ കയറും. ഇലക്ട്രിക് ബൈക്ക് കയറിയില്ലെങ്കിൽ അതാ ഇലക്ട്രിക് ബൈക്കാണോ? ഈ വണ്ടിയാ ഞാൻ പറഞ്ഞത്. ഇതിന്റെ ഷേപ്പ് ഒക്കെയാണ്. അതാണോ എന്തോ ഒരു വല്ലാത്ത സാധനം. ടെസ്ലയിൽ പോവുകയും ചെയ്തു. പഴയ ഓമ്നിയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള. ഇവിടെ എന്തൊക്കെയോ കാര്യമായിട്ടുണ്ട് കേട്ടോ. വൻ പാർക്കിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ. ഗൈസ്, ഇവിടെ പൈസ കൊടുത്തിട്ടുള്ള സീനിക് സ്പോട്ടാണ് ഗൈസ്. ഇതിനകത്ത് കയറിയാൽ എന്തെങ്കിലുമൊക്കെ നടക്കുമ്പോൾ ഇവിടേക്ക് ആയിരിക്കും. പോയി നോക്കണോ? നമ്മളിപ്പോ സൈഡല്ലേ. ഇതെടാ ദോങ്ഹായ് സ്റ്റേഷൻ. ഇത് മറ്റേ കേരള സ്റ്റേഷൻ വല്ലതാണോ? അയ്യോ അമ്മച്ചി, പേടിക്കണ്ട. ഇതൊക്കെ ഞങ്ങളൊരു എന്റർടൈൻമെന്റിന് വേണ്ടി ഉണ്ടാക്കുന്ന സൗണ്ടുകളാണ്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇങ്ങനത്തെ സൗണ്ടുകൾ ഉണ്ടാക്കും. എന്തിലും എടുത്തിട്ട് കയറി. ഇവിടെ പവന ഇവിടെ നിന്ന് കയറി നോക്കണം നമുക്ക്. ഇവിടെ നല്ല വ്യൂ എന്തുണ്ട്? വിളി തുടങ്ങി. ഗൈസ്, വലിയ കയറ്റം കയറുന്നില്ല ഗൈസ്. ഞാൻ ഇറങ്ങി നടക്കേണ്ടി വന്നു. എല്ലാം എന്ത് വൃത്തിക്കാ സെറ്റ് ചെയ്തേക്കുന്ന അറിയാം. നല്ല രസമാണ് ഇവിടെ. വേറെ പണിയൊന്നുമില്ലെങ്കിൽ നല്ല രസമാണ്. തിരിച്ചു പോയി ജോലിക്ക് കയറേണ്ട കാര്യം ആലോചിക്കുമ്പോൾ മാത്രമുള്ളൊരു ഇടങ്ങേറ്. ജോലി എടുത്തില്ലെങ്കിൽ കാശ് കിട്ടത്തില്ല, കാശില്ലെങ്കിൽ കറങ്ങാൻ പറ്റത്തില്ല. ലവനായി എന്നാ പോട്ടെ. എൻ്റെ ഇപ്പം ഒരു വൈബ് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോ വണ്ടി ഇങ്ങോട്ട് എന്റെ മോനെ പോയിക്കോളാം. ശരിയാ, ഇതാണ് വൈബിന്റെ അവസ്ഥ. അതെ, ഏകദേശം ഇങ്ങനെയൊക്കെയുള്ള ഒരു വൈബ് തന്നെ. അപ്പൊ ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോ ഇങ്ങനെ ഞാൻ പവന റൂമിൽ പോകും. എന്നിട്ട് ഇറങ്ങി പോവില്ല. എന്നിട്ട് ഇല്ലുമിനാറ്റിയുടെ കഥകൾ മുഴുവൻ പറയും. അന്ന് പവനായി പറഞ്ഞത് ഇല്ലുമിനാറ്റി ഒന്നും ഇല്ലാത്ത കാര്യമാണ്, എന്റെ സൃഷ്ടിയാണ്. ഇപ്പൊ അവസാനം പൃഥ്വിരാജ് വേണ്ടി ഒന്ന് തെളിയിക്കാൻ. താങ്ക് യു പൃഥ്വിരാജ്. തിരിച്ചു പോകുന്നതിന് മുൻപ് ഒന്നുകൂടെ ബീച്ചിന്റെ ആ ഒരു വ്യൂ കിട്ടാൻ വേണ്ടി തിരിച്ചു വന്നു.
ഇപ്പൊ ആളുകളൊക്കെ കുറച്ച് കൂടുതലുണ്ട്. നല്ല കളറാണ് ബീച്ചിന്. ഗൈസ്, ഇന്നത്തെ ദിവസം നല്ല തല്ലിപ്പൊളി ദിവസമായിരുന്നു. വണ്ടി കൊടുക്കുകയും ചെയ്തു. രാവിലെ ഹൈത്താങ്ങിൽ പോകാന്ന് വിചാരിച്ചാൽ അതും നടന്നില്ല. അവിടെ പോയാലും കാര്യമായിട്ടൊന്നുമില്ല, കുറച്ചുകൂടി ക്ലിയർ ബീച്ചായിരിക്കും. ഇത്രയൊന്നും തിരക്കില്ലാത്തൊരു ബീച്ചാണെന്ന് മാത്രം. പിന്നെ അവിടെ ഉള്ളത് ഡ്യൂട്ടി ഫ്രീ മാളാണ്. സാനിയയിലെ ഡ്യൂട്ടി ഫ്രീ മാളുണ്ട് അവിടെ. പിന്നെ അറ്റ്ലാന്റിസ് ഹോട്ടലിലുള്ള ഒരു അക്വേറിയം ഉണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളൂ. അപ്പം നമ്മൾ വേറൊരു ടാക്സി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു എയർപോർട്ടിൽ പോകുന്ന വഴി 2-3 സ്ഥലങ്ങൾ കാണിച്ചു കൊണ്ടുപോകാനായിട്ട്. അവർ ആദ്യം ഒരു നല്ല റേറ്റ് പറഞ്ഞു, പക്ഷെ പിന്നീട് പോകാറായപ്പോഴത്തേനും അവർ ഭയങ്കരമായിട്ട് റേറ്റ് ഒക്കെ കൂട്ടി പറഞ്ഞു. അപ്പം അതുകൂടെ ആയപ്പോൾ പിന്നെ അതും ക്യാൻസലായി. അങ്ങനെ നമ്മൾ പിന്നെയാണ് ഈ ബീച്ചിൽ വന്നിരുന്ന് ഇങ്ങനെ വി ആർ കില്ലിങ് അവർ ടൈം. നമ്മളിങ്ങനെ ഒരു ജ്യൂസൊക്കെ കുടിച്ച് പാട്ടൊക്കെ കേട്ട് സൺസെറ്റൊക്കെ എൻജോയ് ചെയ്ത്. എനിവേ നമ്മൾ ഇനി സാനിയയിൽ പിന്നെ ഇനി ഒരു വരവ് ഉണ്ടാവില്ല. അല്ല പറഞ്ഞാൽ ഇനി ലൈഫിൽ ചിലപ്പോൾ ഒരു വരവ് ഉണ്ടാവില്ല. പക്ഷേ പിന്നെ നമുക്കൊരു ബീച്ച് കൾച്ചർ ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ നാട്ടുകാർക്കില്ല. ഇപ്പൊ റഷ്യൻസിനും അമേരിക്കൻസിനും ഒക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അത് എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്. സൺ ടാൻ അടിക്കണം, വന്നിട്ട് വെയിൽ എക്സ്പോസ് ചെയ്യണം എന്നുള്ള ആളുകളാണ്. നമുക്കത് എക്സ്പോസ് ചെയ്യണ്ട എന്നുള്ളൊരു ടൈപ്പ് ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇവിടെ ഒരു 2-3 ദിവസം കാണാനുള്ളതൊക്കെ ഉള്ളൂ. ജീവിതം. അതെ അതെ, തിരക്കുകളില്ല. സ്ട്രീറ്റിൽ പോലും നമ്മൾ കണ്ണു അടച്ച് ക്രോസ് ചെയ്താൽ പോലും വണ്ടി ഇടിക്കത്തില്ല. അതെ, സ്ലോ ആയിട്ടുള്ള ലൈഫ്. പക്ഷേ ഇവര് പറയുന്ന പറഞ്ഞാൽ ഇവിടുത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാനുവരിയാണ്. ഒക്ടോബർ ടു ജാനുവരി കണ്ട. അതായത് ഈ ചൈനയിൽ തണുപ്പ് മറ്റുള്ള പ്രൊവിൻസുകളിൽ നല്ല മുടിഞ്ഞ തണുപ്പുണ്ടാകുന്ന സമയത്ത് അവിടെ എസ്കേപ്പ് ചെയ്യാൻ വരുന്നതായിരിക്കും ഇങ്ങോട്ട്. അപ്പൊ ഇവിടെ കാലുകുത്താൻ സ്ഥലം കിട്ടത്തില്ലെന്ന് അവർ പറഞ്ഞു. റഷ്യൻസ് ഭയങ്കരമായിട്ട് വന്നെന്ന് അറിയാന്ന് പറയും. അപ്പം ചൈനക്കാട്ടിക്ക് നല്ല സമയം ഇതാട്ടോ അല്ലേ, തിരക്കില്ല. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് പ്രത്യേകിച്ച് എവിടെയും കാണാൻ പറ്റാണ്ട് തിരിച്ച് എയർപോർട്ടിലേക്ക് പോവുകയാണ്. അതെ, എൻ്റെ ലഞ്ച് അല്ല ബ്രഞ്ചും ഡിന്നറും രണ്ടും ഉഷാറായിരുന്നു. ബിൽഡിങ്ങുകൾ നോക്കി എന്ത് ഭംഗിയാണ് കാണാനെന്ന് പറയും. വരുന്ന വഴിക്ക് കുറേ ബിൽഡിങ്ങുകൾ കണ്ടു. എന്താ സംഭവം, നമ്മൾ വന്ന ടാക്സിയാണ് കേട്ടോ, എയർപോർട്ടിൽ പോകുന്ന ടാക്സിയാണ്. ഈ ചെങ്ങായി ഇപ്പം ഇതിനിടയിൽ എന്തോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വണ്ടി ഇവിടെ കൊടുത്ത് നിർത്തി. ഇപ്പം എന്താ സംഭവം, വെയിറ്റ് നോക്കി വണ്ടിയുടെ. അതാ ഇതൊക്കെ എന്താ സംഭവം, വണ്ടി എടുത്ത് പൊക്കാൻ പോണം. എന്തൊക്കെ സാധനമൊക്കെ വരുന്നുണ്ട് പവനായി. വണ്ടി അതിലിട്ട് പൊക്കിട്ടോ. എന്താ ഇപ്പം സംഭവം എന്ന് മനസ്സിലാവില്ല. അലൈൻമെന്റ് നോക്കാനായിരിക്കും. വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടാവുമായിരിക്കും. അതായിരിക്കും കേട്ടോ. എന്താ ഇത് കയറ്റി ഇറക്കും ചെയ്യാൻ. നാട്ടിലാണ് ഇപ്പൊ നോക്കൂല ചോദിച്ചാൽ. അതാ ഞാൻ ഇതെന്ത് സംഭവതാ ഇവിടെ എന്താ എഴുതിക്കണേ, മുൾട്ടാനോ മൾട്ടൻ, വെയിറ്റ് നോക്കാനോ. ഇതിലെന്തോ ചെയ്തിട്ടാണ് മൂപ്പര് അങ്ങോട്ട് പോയത്.
എന്തായാലും ഇത് അലൈൻമെന്റ് ആണെന്ന് തോന്നുന്നുണ്ടാ, കാരണം ടയർ അങ്ങനെ കറക്റ്റ് അടുക്കി വെച്ചിട്ടുണ്ട്. ചാർജ് ചെയ്തതാ പങ്ങിയോ? ആ ബാറ്ററി ഊരി മാറ്റിയതാ? ബാറ്ററി ഫ്രണ്ടിലല്ലേ ഉണ്ടാവുക? ചങ്ങായിമാരെ വർത്താൻ പറഞ്ഞു, ഞാൻ ചോദിക്കുന്ന മറുപടി പറയാം. പങ്ങിയോ പങ്ങിയോ? 这是什么东西啊？换电池。ധ്യാനിച്ച് ബാറ്ററി മാറ്റിയതാ? ബാറ്ററി മാറ്റിയതാണോ ഞാൻ കറണ്ട് ചാർജ് ചെയ്താണോ? അതാ വീണ്ടും ഈ വരുന്ന സാധനത്തിൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ട് കേട്ടോ. കണ്ടോ അതിനുള്ളിൽ കറണ്ടിന്റെ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു. ആടാ അവിടെ കറണ്ടിന്റെ എന്തോ ഒരു പരിപാടി ഉണ്ട് അവിടെ. അമർത്തുമ്പോ ചാർജ് ആവും തോന്നുന്നുണ്ടല്ലേ? അടിയിൽ ലൈറ്റ് അതാ. ഇനി അത് വീണ്ടും വന്നിട്ട് ആ സാധനത്തിൽ വന്നിരിക്കുന്നു. നേരത്തെ ചാർജ് ആക്കിയപ്പോ ആയില്ലേ? അതെ അതെ അതെ. കഴിഞ്ഞ ആ പോയി പോയി അപ്പൊ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ അല്ലല്ലോ ചാർജ് ചെയ്യണത്. അപ്പൊ ഗൈസ് അത് സംഭവം കിട്ടിട്ടോ. നമ്മള് വണ്ടി ചാർജ് ചെയ്ത് കണ്ടോ? ആയിക്കോട്ടെ പോകണ്ട, ചിലപ്പോ കറണ്ട് അടിച്ചിട്ടേ ഇനി പോവാൻ നേരത്ത് ഒരു പണി കിട്ടാൻ. ലഗേജ് ആയില്ല. അത് കണ്ട വണ്ടി ചാർജ് ചെയ്യണ രീതി കണ്ട? പൊളി പൊളി. 33 കിലോമീറ്റർ ചാർജ് കൊണ്ട് ഓടുന്നുണ്ട്. ഇനിയിപ്പോ 143 കിലോമീറ്റർ കൂടി ഓടും ഇനി. അത് ഇവരെ ചാർജ് ചെയ്ത സംഭവം. അപ്പൊ എനിക്ക് തോന്നുന്നത് എന്താ പറയുക, നമ്മളിപ്പോ ഈ ടാക്സി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കല്ലേ, അത് പിന്നെ ഒരു ഭാഗത്ത് നിർത്തിയിട്ടിട്ട് 10-30 മിനിറ്റ് ചാർജ് ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കണ കേസല്ല. അപ്പൊ ഇത് ശരിക്കും അത്ര 2 മിനിറ്റ് ഉണ്ടാവില്ലേ?可以1个小时就够了。 1 മണിക്കൂറോ? 1个小时就够了。那个飞机站ഒന്നും还有1个小时嘛？不是，你12点，我说提前1个小时就行。 1 മണിക്കൂർ മുന്നേ എത്തിയാൽ മതി. പേടിപ്പിക്കല നായി. എന്തായാലും ഗൈസ്, അപ്പം സംഭവം എന്താ പറഞ്ഞു കഴിഞ്ഞാല്, ഈ ടാക്സി ഒക്കെ ആകുമ്പോൾ 20 മിനിറ്റ് 30 മിനിറ്റ് ഒന്നും ചാർജ് ചെയ്തിടാൻ പറ്റില്ല, കാരണം കണ്ടിന്യൂസ് ഓടിക്കൊണ്ടിരിക്കണല്ലേ. അപ്പം ഇതുപോലെ സ്റ്റേഷനുകളിൽ പോവുക, ഒറ്റ അടിക്ക്. എത്ര 2 മിനിറ്റ് എടുത്തിട്ടുണ്ടാവില്ല മോനെ? 2 മിനിറ്റോട് ചാർജ് ചെയ്ത്. നീ ഗൈ ദോശ ചെയ്യാനാ ധ്യാൻ ധ്യാൻ നീ ഗൈ ദോശ ചെയ്യാനാ? 那个换电跟人换电的。那个换电没换成，它里面没有很多电了，都不满。别人换完了。等一下那边我看看还有没有，还是路过这里。 അവിടെ കറണ്ട് മര്യാദ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് വേറെ സ്ഥലത്ത് പോകുന്നു.别人换完了没有？那个是多少钱呢？一个63块，我是。 63。对。എത്ര? 63 യുവാൻ. ഒറ്റ തവണ ചാർജ് ചെയ്യാൻ. അതെന്ത് കണക്കാണ്? 63，但是没换成，那里边没有电了。现在我们住飞机站嘛？അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഫുഡിന്റെ പോലെ തന്നെ നമ്മൾ ടാക്സിയുടെ കാര്യത്തിലും പെട്ടിരിക്കുകയാണ്. ഇവന്റെ ടാക്സിയിൽ ചാർജ് ഇല്ലാന്നും പറഞ്ഞിട്ട് ഇവൻ ആദ്യം ഒരു ചാർജിങ് സ്റ്റേഷനിൽ നിർത്തി. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ചാർജിങ് സ്റ്റേഷനിൽ കൊണ്ട് നിർത്തുന്നു, അവിടെ ചാർജ് ആയില്ല എന്നും പറഞ്ഞിട്ട്. ഇതാണ് ചാർജിങ് സ്റ്റേഷൻ ഇവരുടെ. പക്ഷേ ഈ ചാർജിങ് സ്റ്റേഷൻ നമ്മുടെ മറ്റേ കൺവെൻഷണൽ സാധനങ്ങളല്ല, കൺവെൻഷണൽ ചാർജിങ് സ്റ്റേഷൻ അവിടെ മറ്റേ പ്രൈവറ്റ് വണ്ടികളൊക്കെ ചാർജ് ചെയ്യുന്നതാ. ഇത് വേറെ ടൈപ്പ്. പക്ഷെ ഇത് 63 യുവാൻ ആവുമെന്ന് പറഞ്ഞു അല്ലേ? അതെന്താ? അപ്പോൾ അതെങ്ങനെ മുതലാവും നോക്കാം. ഇപ്പം 140 കിലോമീറ്റർ അല്ല അവൻ്റെ റേഞ്ച് ഉണ്ടാകുന്നത്. ഇനിയിപ്പോൾ ചാർജ് ആകുമ്പോൾ എത്ര ആവാൻ നോക്കാം. സാധനം വന്നു. വണ്ടി പൊക്കി അതിന് അടിയിലോട്ട്
ആ ബാറ്ററിയുടെ സാധനം വന്ന് അവിടെ ബാറ്ററി മാറ്റാണ് ബാറ്ററി ഓ അതാണ് ഹെവി സംഭവം. നേരത്തെ ആയില്ല അല്ലേ? അങ്ങോട്ട് പോയി തിരിച്ചു വന്ന് അതേ സംഭവം. ഇത് ഈ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു സാധനം വന്ന് ബാറ്ററി എടുത്തിട്ട് അങ്ങോട്ട് പോയി. എന്നിട്ട് ഇതാ ആ സൈഡിൽ നിന്ന് പുതിയ ബാറ്ററി വന്ന് ഇതിലോട്ട് കയറ്റി. അതാണ് കഴിഞ്ഞു പരിപാടി. ചുമ്മാ അപ്പുറത്ത് കൂടെ വരും. എടാ ഇതൊന്ന് മറ്റേ ബ്ലോക്കാക്കി എടുക്കായിരുന്നു കേട്ടോ. ആദ്യം കയറിയിടത്തില്ലേ, ആദ്യം കയറിയിടത്ത് ഡ്രൈവർ 60.6 ഞാൻ കൊടുത്തു. ഇവിടെ 1.9 ഞാനേ കൊടുത്തിട്ടുള്ളൂ. ഇത് സെയിം കമ്പനിയുടെ സിസ്റ്റം ആണ് അല്ലേ? പക്ഷെ എന്തുകൊണ്ടാണ് അവിടെ 60 കൊടുത്തിട്ട് ഇവിടെ പിന്നെ 1.9 കൊടുത്തത്? എനിക്ക് അവിടെ എന്തിന് കാശ് കൊടുത്തു എന്ന് എനിക്ക് പറഞ്ഞു മനസ്സിലായി. അല്ല ഇവനെ ഇത് ആദ്യം പേയ്മെന്റ് ആണ്. അപ്പൊ ഫസ്റ്റിലെ പേയ്മെന്റ് ഇവൻ അടച്ചു. അപ്പോ ആ സാധനം പക്ഷെ വർക്കായില്ല. അപ്പൊ അതേ കമ്പനിയുടെ സിസ്റ്റത്തിൽ ഇവിടെ വന്ന് ചെയ്തപ്പോ പിന്നെ എനിക്ക് തോന്നുന്നു ആ മാറ്റുന്നതിന്റെ ചാർജ് വല്ലതുമായിരിക്കും ഒരുവൻ. ഫുൾ ബാറ്ററി ആണ് റീപ്ലേസ് ചെയ്തത്. അതാണ് അതുകൊണ്ടാണ് 60 യുവനായത്. ഇനിയിപ്പം ആൾക്ക് 369 കിലോമീറ്റർ ഓടും ഫുൾ ബാറ്ററി. അപ്പൊ ഇനി ആ ബാറ്ററി അവര് റീചാർജ് ചെയ്ത് വെക്കും. അല്ല അതിങ്ങനെ മാറി മാറി ഓരോ വണ്ടികൾക്ക് പോകും തോന്നുന്നു. പോവായിരിക്കും. 500 കിലോമീറ്റർ പോകുന്ന പറയും. അപ്പൊ 60 യുവന് ചാർജ് ചെയ്താലും അത്രയും പോകല്ലേ? അങ്ങനെ നമ്മൾ സാനിയ എയർപോർട്ടിൽ വീണ്ടും എത്തി. ഡൊമസ്റ്റിക് ഡിപ്പാർച്ചേഴ്സ്. ഇവിടെ ഇതിനകത്ത് പിന്നെ ഹോട്ടലും ചെറിയ ചെറിയ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. മെക്ഡി ഉണ്ട്, ഡയറി ക്വീൻ ഉണ്ട്, ചൈനീസ് ഫുഡ് റെസ്റ്റോറൻറ്റ്സ്, സ്റ്റാർബക്സ് ഉണ്ട്, എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട്. ഇവിടെ പിന്നെ നമുക്ക് നിൽക്കാനുള്ള ഹോട്ടൽസും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇനി എങ്ങോട്ടാ പോണേ പോനയ്യേ? സാങ്ഷേ താഷോ, അതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ചൈനീസ് നെയിം. ചൈന 3 ഗോർജസ് യൂണിവേഴ്സിറ്റി. അതെ, നമ്മൾ ആദ്യമായിട്ട് കണ്ട സ്ഥലം. അതെ, ഇവര് വേറെ ഏജൻസി വഴിയും ഞാൻ സ്വന്തമായിട്ടുമാണ് പോയത്. അന്ന് ഉപ്പാക്ക് ചൈനയിൽ ബിസിനസ് ഉള്ളതിനെ കൊണ്ട് അങ്ങനെ പോയതാണ്. അവരിവിടെ ഉണ്ടാവും, അവർ വേറെ ടാക്സിക്കാണ് വന്നത്. നോക്കാം ആ വണ്ടി നോക്കിയേ. BMW M3 ആണെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ എക്സ്പ്ലോസീവിൻ്റെ ചെക്കൊക്കെ കഴിഞ്ഞ് ചൈനയിലെ എല്ലാ എയർപോർട്ടിലും നമ്മൾ നേരത്തെ കണ്ട പോലെ എക്സ്പ്ലോസീവിൻ്റെ ചെക്കുകളുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് എയർപോർട്ടിനകത്തോട്ടല്ല കയറ്റത്തുള്ളൂ. പക്ഷെ കൊച്ചിയിൽ അതിനെക്കാട്ടി ഡാറ്റാ. കൊച്ചിയിൽ യാത്രക്കാരെ പോലും കയറ്റുന്നത് പാസ്പോർട്ടും എല്ലാം ചെക്ക് ചെയ്ത് എക്സ്പ്ലോസീവ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ചെറിയ എയർപോർട്ടാണെങ്കിലും കുഴപ്പമില്ല അല്ലേ? ഇതിപ്പോൾ ഏതിൽ കൂടെ കയറാൻ അപ്പുറത്ത് കൂടെ എനിക്ക് നോക്കാം. ഇത് ലവന്മാരെ കാണുന്നില്ലല്ലോ. ചോദിക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ വുഹാൻ ടു ഈച്ചാങ് താഷേ. ചെക്കിനൊക്കെ ഓട്ടോമാറ്റിക് ഒക്കെ ആക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ തന്നെ ആദ്യം ബോർഡിംഗ് പാസ് നോക്കിയിട്ട് ഇതൊക്കെ ബോർഡിംഗ് പാസ് കഴിഞ്ഞിട്ടാണ് ഇവനോട് സെക്യൂരിറ്റി ചെക്ക് ചെയ്യുന്നത്. ആദ്യം ബോർഡിംഗ് പാസ് ഇവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇത് വളരെ ചെറിയ ഗേറ്റൊക്കെ നോക്കിയേ, വളരെ ചെറിയ ഗേറ്റാണ്. 214 നമ്പർ ഗേറ്റ്. ഇവിടെ 217 ചെറിയൊരു എയർപോർട്ടാണ്. സംഭവം എത്ര ചെറിയ എയർപോർട്ടാണെങ്കിലും ഹൈ എൻഡ് ബ്രാൻഡുകളൊക്കെ ഉണ്ട്. ഇവിടെ ഈ ഹൈനാൻ പ്രൊവിൻസിൽ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകൾ വളരെ കൂടുതലാണ്. ഇവിടെ ഒരു വലിയ മോളുണ്ട്, ഭയങ്കര വലിയ മോളുണ്ട്, ഡ്യൂട്ടി ഫ്രീ മോള്. അത് ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ഇവർ പറയുന്നത് വിത്തിൻ ഒരു 2-3 ഇയേഴ്സ് ഈ മൊത്തം ഐലൻഡ് തന്നെ ഡ്യൂട്ടി ഫ്രീ ആക്കാനുള്ള പ്ലാൻ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഇത് എയർപോർട്ടിനകത്തുള്ള ഡ്യൂട്ടി ഫ്രീ ഷോപ്പാണ്.
ബ്രാൻഡ് മോൺബ്ലോങ് സുബിറ്റാർ പരാഗോമെ പെനാറായി യോജെ IWC സ്കോപ്പസൺ ബ്രാഞ്ചിനസ് എല്ലാം ഉണ്ട്. ഇത് കുറേ ഉണ്ട്. ഇത് കുറേ ഫ്ലോർസ് ആയിട്ടുണ്ട്. ഇത് ഓരോ ഫ്ലോറിൽ കയറി നോക്കാം. വില കുറവുണ്ടോ നോക്കട്ടെ ആദ്യം. അങ്ങനെ നമ്മൾ വീണ്ടും ഫ്ലൈറ്റ് ഇറങ്ങി ബസ് പിടിച്ച് നമ്മളെ ആക്ച്വലി എയർപോർട്ടിൽ കിടന്ന് ഉറങ്ങി. മെട്രോ തുറക്കുമ്പോൾ മെട്രോയിൽ കയറി വരാമെന്ന് വിചാരിച്ചായിരുന്നു. കാരണം എന്തായാലും ട്രെയിന് 6 മണിക്ക് ശേഷം ഉള്ളൂ ബുള്ളറ്റ് ട്രെയിന്. അപ്പോൾ നോക്കുമ്പോൾ ബസ്സുണ്ട്. അപ്പോൾ ബസ് പിടിച്ച് നേരെ ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഇത് വീണ്ടും നമ്മൾ ഹാൻകോ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. നമ്മളന്ന് ചൊങ്ചിങ്ങിലേക്ക് പോയില്ലേ, അതേ റെയിൽവേ സ്റ്റേഷനാണ് ഹാൻകോ റെയിൽവേ സ്റ്റേഷൻ. ഇവിടുന്ന് രാവിലെ 6 മണിക്ക് 6:15 6 മണി മുതൽ അങ്ങോട്ട് പിന്നെ തുരുതുര എല്ലാ 10 മിനിറ്റ് 15 മിനിറ്റിലൊക്കെ ബുള്ളറ്റ് ട്രെയിൻ ഉണ്ട് ഈ ചാങ്ങിലേക്ക്. ചൈനയിൽ പൊതുവെ കാണാൻ കഴിയാത്ത ഒരു തരം കൺസ്ട്രക്ഷനാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷന്. ടാക്സി വേണ്ട ഉയ്യാ.